ക്രൈസ്തവ സഭയിലെ പുരോഹിതന്മാരും ബിഷപ്പുമാരും ഒക്കെ സന്യാസ ജീവിതം നയിക്കുന്നവരാണ്. ശരിയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ അവർക്ക് സന്യാസിമാർ ആത്മീയ കാര്യങ്ങൾ നോക്കിയിരിക്കുക, വിശ്വാസികളുടെ ആത്മീയമായ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണല്ലോ അവർ ശ്രമിക്കേണ്ടത്. അവർക്ക് രാഷ്ട്രീയം പാടുണ്ടോ? കേരളത്തിലെ ക്രൈസ്തവ സഭയിലെ മെത്രാന്മാർക്കും പട്ടക്കാർക്കും അച്ഛന്മാർക്കും ഒക്കെ രാഷ്ട്രീയമുണ്ടോ? എൻ്റെ ഒരു സംശയമാണ്. എന്ത് പറയുന്നു കെവിൻ ജി? കേരളത്തിലെ ഒരാൾക്കും അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയാനാവില്ല. അവർക്ക് രാഷ്ട്രീയമുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരും ഈ മെത്രാന്മാരും എല്ലാം ആത്മീയ വേലയേക്കാൾ കൂടുതൽ ഇപ്പോൾ രാഷ്ട്രീയ വേല ചെയ്യുന്നവരാണ്. അതാണ് എൻ്റെ സത്യം. ഇവരിൽ അർപ്പിക്കപ്പെട്ട കർത്തവ്യം എന്ന് പറയുന്നത് സമുദായത്തെ ഒന്നിപ്പിച്ച് നിർത്തുക, അവരെ വിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തുക, ഇതുപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇവരാരെ ജയിപ്പിക്കണം, ആരെ ഭരണത്തിൽ കയറ്റണം, ആരെ ഇല്ലാതാക്കണം, ഏത് പ്രശ്നത്തെ മൂടി വയ്ക്കണം, ഏതിനെ ഉയർത്തിക്കൊണ്ടുവരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇവർക്ക് ശ്രദ്ധ. അതുകൊണ്ട് ഇവർക്ക് എന്താ നേട്ടം? ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ താല്പര്യങ്ങളെന്ന് പറയുന്നത് സമുദായ നേട്ടമോ വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സംരക്ഷണമോ ഒന്നുമല്ല. ഇവരുടെ ലക്ഷ്യം ഇവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ, ഇവരുടെ സ്ഥാപനങ്ങളുടെ താല്പര്യങ്ങൾ, പിന്നെ ഇവരുടെ ബന്ധുക്കളുടെ മക്കൾ, അവരുടെ താല്പര്യങ്ങൾ, പിന്നെ ഇവർക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് ഇവരുടെ ശിങ്കിടികളായിട്ട് നിൽക്കുന്ന കുറച്ച് പരാത ജീവികളുണ്ട്, അവരുടെ താല്പര്യങ്ങൾ. ഇതാണ് ഇവർക്ക് വലുത്. അതിനു വേണ്ടിയിട്ട് ഇവർ ലോകത്ത് ഒരു രാജ്യത്തും ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലാണ് കേരള രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ സഭാ നേതൃത്വത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മെത്രാന്മാരും കുറേയധികം വൈദികരും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വെറും നാണം കെട്ട തറക്കളികളാണ് ഇവിടുത്തെ പുരോഹിതരോടെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇല്ലേ? ഇത്രയില്ല. ഇല്ലെന്ന് പറയാവുന്ന സ്ഥലങ്ങളുണ്ട്, ഇതിൻ്റെ പകുതി പോലും ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ ലോകത്ത് ഒരു സ്ഥലത്തുമില്ല, ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല ഇത്രയധികം രാഷ്ട്രീയം കളിക്കുന്ന. അവർക്ക് ആത്മീയ വേലയേക്കാൾ ഞാൻ കരുതുന്നത് ദൈവം ഇല്ല എന്ന് ഉണ്ടെന്ന് ഇവർ കരുതുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവം ഉണ്ടെന്നെങ്കിൽ ദൈവമയം ഉണ്ടെങ്കിൽ ഇവരിതൊന്നും കാണിക്കില്ലല്ലോ. കാണിക്കൂ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ പേര് തന്നെ പറയാം, എനിക്കതിനകത്ത് ഒരു ഭയവുമില്ല. പോൾ വിനീത് എന്ന് പറയുന്ന ഫിലിപ്പൈൻസിലുള്ള ഒരു മാനിലയിലുള്ള ഇവിടെ സീറോ മലബാർ സഭയിലാണെന്ന് തോന്നുന്നു ഒരു വൈദികൻ. അയാൾ ഫിലിപ്പൈൻസിലാണ് സേവനമനുഷ്ഠിക്കുന്നത്, മലയാളിയാണ്, പോൾ വിനീത്. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാം, താങ്കളൊന്ന് ഓടിച്ചു നോക്കിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ്, വെക്കിനട പട്ടികളെ ചെങ്കൊടികൾ താഴെ. ഒരു വൈദികൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, കോൺഗ്രസിന് വേണ്ടിയിട്ട്. ഇതേ ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും ആദ്യം ഇവിടെ സപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടത്. ആ ഒരു വൈദികനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൈദികരെവിടെ എത്തി നിൽക്കുന്നു. ഇവരെല്ലാം ഇവരുടെ വീട്ടിൽ ഇവർ വൈദികനായി മാറിക്കഴിഞ്ഞാൽ ഇവരുടെ മാതാപിതാക്കൾ പോലും അച്ചോ എന്നാണ് വിളിക്കേണ്ടത്, എടാ മോനെ എന്നല്ല വിളിക്കേണ്ടത്. കാര്യം ഇവരെല്ലാ ബന്ധങ്ങളും എല്ലാം ത്യജിച്ചിട്ടാണ് ഇവർ. പക്ഷെ ഇവരുടെ ഉള്ളിലെ രാഷ്ട്രീയം ഇവർ മാത്രം വിടില്ല. ആ രാഷ്ട്രീയം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ സ്വന്തം താല്പര്യങ്ങൾ, ഇവരുടെ ബിസിനസ്സുകൾ, ഇവർ പല ബിസിനസ്സിലും പങ്കാളികളുണ്ട്. ഇതിനകത്ത് പലരും ബിസിനസ് ചെയ്യാൻ പറ്റുമോ? പാടില്ല, ഇവർക്കൊന്നും പാടില്ല. ഇവരെ വൈദികരാക്കിയിരിക്കുന്ന ഇതിനൊന്നും വേണ്ടിയിട്ടല്ല, ആധ്യാത്മിക വേലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷെ ഇവർ പല ബിസിനസ്സുകളുണ്ട് ഇവർക്ക്. അത് നിലനിർത്താൻ വേണ്ടി പല ഇടപാടുകളും നടത്തിയിട്ടുണ്ട്, പല രാഷ്ട്രീയക്കാരുമായിട്ട് അവിയുദ്ധ ബന്ധങ്ങളുണ്ട്. സത്യമാണ്. ഇപ്പം നമ്മുടെ സുമിത് ജോർജ് ഇല്ലേ, നമ്മുടെ ന്യൂനപക്ഷ മോർച്ച, അദ്ദേഹം ഈയിടെ നമ്മുടെ ചങ്ങനാശ്ശേരി മെത്രാൻ തോമസ് തറയിൽ അദ്ദേഹത്തെ കാണാൻ പോയി. എനിക്ക് ആ ഫോട്ടോ കണ്ട അത് ഭയങ്കര സന്തോഷപൂർവ്വം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തോമസ് തറയിൽ മെത്രാനെ സന്ദർശിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. കാര്യം സുമിത് ജോർജ് അദ്ദേഹം നല്ല ആത്മാർത്ഥതയുള്ള, നല്ല ചുറുചുറുക്കുള്ള ഒരു BJP ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനമാണ്. അപ്പോൾ അദ്ദേഹം ഇതിങ്ങനെ സന്ദർശിച്ചു എന്നുള്ള വലിയ സംഭവമായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാര്യം ഈ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ്
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ അരമന, ചങ്ങനാശ്ശേരി അരമന നിൽക്കുന്ന ഒരു വാർഡിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ SB കോളേജിൽ പഠിച്ച ഇദ്ദേഹത്തിൻ്റെ അതേ പ്രായക്കാരനായ ഒരു വ്യക്തി, അദ്ദേഹം കാസയുടെ കോട്ടയം ജില്ലയുടെ മുൻ സോഷ്യൽ മീഡിയയുടെ ചുമതല ഉണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം അവിടെ സ്വതന്ത്ര NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. ഈ വിവരം അറിഞ്ഞിട്ട് ഇദ്ദേഹം വിളിക്കുകയാണ്, മെത്രാൻ വിളിക്കുകയാണ്, നീ മത്സരിക്കുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ കോൺഗ്രസിൻ്റെ സീറ്റ് തരപ്പെടുത്തി തരാമെന്ന് നോക്കാം, നീ അല്ലാതെ മത്സരിച്ചാൽ നീ ജയിക്കില്ല, അങ്ങനെ മത്സരിക്കരുത്. അപ്പോൾ ഇയാൾ പറഞ്ഞത്, ഒന്നുകിൽ ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും, അല്ലെ ഞാൻ NDA ആയിട്ട് മത്സരിക്കും. അയാൾ പഴയ കോൺഗ്രസ്സുകാരനായിരുന്നു. അല്ലാതെ എനിക്ക് കോൺഗ്രസിൻ്റെ സീറ്റ് വേണ്ട. കോൺഗ്രസിൻ്റെ സീറ്റ് മെത്രാൻ്റെ ബാസ്ക്കറ്റിലുണ്ട്. അടുത്തത് കേട്ടുമ്പോൾ ഒന്നുകൂടെ കേട്ടു. ഇതേ മെത്രാൻ തോമസ് തറയിൽ, ഞാൻ പേരെടുത്ത് തന്നെയല്ലേ പറയുന്നത്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്. അതും ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ്. ആ വ്യക്തി ഈ തോമസ് തറയിൽ മെത്രാനും വൈദിക പഠനത്തിന് പോകാൻ ഒന്നിച്ച് തീരുമാനിച്ചവരാണ്. ആ വ്യക്തിയെ താങ്കൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും. കേരളത്തിൽ നിന്നുള്ള കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വീരയോദ്ധാവാണ്, ഒരു കമാൻഡോയാണ്, ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കഥ, അദ്ദേഹം വൈദികനാകാൻ പോയിട്ട് അദ്ദേഹം അവസാനം സൈനിക സ്കൂളിൽ ചേർന്ന് സൈനികനായി മാറുകയാണ്. അതിൻ്റെ കഥയെന്ന് പറഞ്ഞത്, ഇദ്ദേഹവും ഈ പറയുന്ന തോമസ് തറയിൽ മെത്രാനും കൂടെ വൈദിക പഠനത്തിന് പോകാനിരുന്നപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് PDP ആദ്യം ICS അങ്ങനെയാണ് അബ്ദുള്ള മദനിയുടെ ആദ്യത്തെ രൂപം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീവ്രവാദ പ്രഭാഷണം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിന് നേരെ മൈക്ക് തിരിച്ചു വെച്ചു, അത് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഈ മദനിയുടെ ആളുകൾ കയറി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇദ്ദേഹത്തിനെ വെട്ടുകയുണ്ടായി. അപ്പോൾ അതോടുകൂടി ഇദ്ദേഹം ആ തീരുമാനം മാറ്റി. പിന്നെ സൈനിക സ്കൂളിൽ ചേർന്ന് ഇദ്ദേഹം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഓപ്പറേഷൻ വരെ കാർഗിൽ നടത്തുന്നുണ്ട്. ധീര യോദ്ധാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ആ രാജ്യത്തോടുള്ള സ്നേഹമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ റിട്ടയർ ആകുന്ന SP-മാരും DGP-മാരും എല്ലാവരും എന്തുകൊണ്ടാണ് NDAയിൽ വന്ന് ചേരുന്നത്, BJP-കാരായി മാറുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. രാജ്യത്തിൻ്റെ പോക്കം കണ്ടുകൊണ്ട് ഇവിടെ നടക്കുന്ന തീവ്രവാദ സംരംഭം, അത് ആരൊക്കെയാണ് സഹായിക്കുന്നത്, എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പോക്ക്, ഇതെല്ലാം അവർക്ക് അറിയാവുന്നത് കൊണ്ട് രാജ്യത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ BJPക്ക് ഒപ്പം നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രീലേഖ ആയാലും സെൻകുമാർ സാറായാലും അല്ലെങ്കിൽ ജേക്കബ് തോമസ് ആയാലും ഇവരെല്ലാവരും ഇതിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അണ്ണാമലൈ ആയാലും വരുന്നത് അതുകൊണ്ടാണ്. അവർക്ക് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാം. അപ്പം ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം BJP കാൻഡിഡേറ്റായിട്ട് ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കണം. ഇദ്ദേഹത്തിന് ഈ പറയുന്ന കമാൻഡോയ്ക്ക് ഒരു ആഗ്രഹം, ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ആദ്യം ചെന്നത് ചങ്ങനാശ്ശേരി മെത്രാനായിട്ടുള്ള തോമസ് തറയിലിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവർ രണ്ടും സഹപാഠികളാണ്. ഒന്നിച്ച് വൈദികനാകാൻ പോകാനിരുന്ന അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് നാസർ മദനിയുടെ ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് ഇദ്ദേഹം അങ്ങനെ പട്ടാളക്കാരനായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ മെത്രാൻ പറയുന്ന ഇതാണ്, നിങ്ങളൊന്നും അതിനു വേണ്ടിയിട്ട് ഇറങ്ങരുത്. അങ്ങനെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ മത്സരിക്കാൻ തയ്യാറായി വന്നാൽ വോട്ട് സ്പ്ലിറ്റാകുകയും അത് LDFന് ഗുണം ചെയ്യുകയും LDF കാൻഡിഡേറ്റ് ജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മത്സരിക്കാൻ ഇറങ്ങരുത്, നിങ്ങളെ പിന്തുണയ്ക്കാനും ആവില്ല. അദ്ദേഹം പറയുന്നതാണ്. അതോടുകൂടി അദ്ദേഹം മത്സരിക്കാനുള്ള ഒരു മോഹമൊക്കെ മാറ്റിവെച്ചു. ഇതേ വ്യക്തി തന്നെയാണ് FCRA വിവാദം ആദ്യം ഉയർത്തിവിട്ടത്. FCRAക്കെതിരെ ആദ്യം രംഗത്തെത്തിയത് ഇതേ മെത്രാൻ തന്നെയാണ്, ഇതേ ബിഷപ്പ് തന്നെയാണ്. FCRAയുടെ എന്താണ് ഇവർക്ക് പ്രശ്നം? ഈ കണക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത്ര വിരളി പിടിക്കാൻ എന്താ കാര്യം? മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ, അത് തന്നെയാണ് എൻ്റെ കാരണം. ഇപ്പോൾ FCRA ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? അവർക്ക് ആർക്കും പ്രശ്നമില്ല. അതെ, പ്രശ്നമുള്ളത് ഇവർക്കാണ്. ഇവിടെ ഈ വിഷയം ആദ്യം ഇവർ പുറത്തു വിട്ടത് ആരെ സഹായിക്കാനാണ്? അത് UDFനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ല എങ്കിൽ ഇവർക്ക് KCBCക്ക് CBCIക്ക് ഇവർക്ക് പ്രധാനമന്ത്രിയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും നേരിട്ട് കാണാനും ഈ വിഷയം അവരുടെ മുന്നിൽ ആശങ്കകൾ, ഇവരുടെ പ്രധാനപ്പെട്ട ഒരു വാക്കാണല്ലോ ആശങ്ക. അപ്പോൾ ആശങ്ക അറിയിക്കാനും അത് പരിഹരിക്കാനുമുള്ള അവസരം ഇവർക്കുണ്ടല്ലോ. ആദ്യം ഇങ്ങനൊരു വിഷയം ഉണ്ടായി, പ്രധാനമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്തി ഇന്ന കാര്യങ്ങളുണ്ട്, അതിലൊന്നും മാറ്റം വരുത്തണം, എന്നിട്ട് ഇത്
പാസ്സാക്കാവൂ എന്ന് ആവശ്യപ്പെടാം തീർച്ചയായിട്ടും. അതിനു പകരം എന്താണ് ചെയ്തത്? ഉടനെ അത് കോൺഗ്രസിൻ്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ആരാണ്? ഞാൻ ഈ പറഞ്ഞ മെത്രാൻ. ചങ്ങനാശ്ശേരി മെത്രാനാണ് മെത്രാനാണ് അത് ചെയ്തത്. സൂത്രധാരൻ. അതാണ് അദ്ദേഹം തുടക്കം കുറിച്ച് അദ്ദേഹമാണ്. കാര്യം ഇവർക്ക് ഇപ്രാവശ്യം ഇലക്ഷന് ഒന്നും കയ്യിൽ കിട്ടാതിരിക്കുകയായിരുന്നു. കാര്യം മണിപ്പൂരൊക്കെ തേഞ്ഞു. മണിപ്പൂരിൻ്റെ പുറകിലുള്ളത് എന്താണെന്നുള്ളത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. ഛത്തീസ്ഗഡും ഏകദേശം തീർന്നു. അപ്പോൾ പുതുതായിട്ട് ഈ ഇലക്ഷനിൽ ക്രിസ്ത്യാനികളെ വിഡ്ഢികളാക്കാൻ പറ്റുന്നതൊന്നും കിട്ടാതിരുന്നപ്പോഴത്തേക്കാണ് FCRA വിഷയം കിട്ടിയത്. പള്ളി പിടിച്ചുകൊണ്ട് പോകുന്നവരെയാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ സാധാരണ ക്രിസ്ത്യാനി FCRA എന്ന് പറയുന്ന ഒരു വാക്ക് വൈദികന്റെ വായിൽ നിന്ന് കേൾക്കുന്നത് ആദ്യമായിട്ട് ഇപ്പോഴാണ്. ഇന്ന് വരെ ഇവർ ഈ FCRA ഫണ്ട് എന്നൊരു വാക്ക് പള്ളിയിലോ പള്ളിയിലെ പ്രസംഗത്തിലോ മറ്റെവിടെയോ ഇതുവരെ അവർ മിണ്ടിയിട്ടില്ല. നമ്മളെപ്പോലുള്ള കുറേ ആളുകൾക്ക് അറിയാമെന്നുള്ളതല്ലാതെ സാധാരണ വിശ്വാസി അറിയുന്നത് ഇപ്പോഴാദ്യമായിട്ടാണ്. കാര്യം ഇതിൻ്റെ പേരിൽ നല്ല രീതിയിൽ ഫണ്ട് ഇവിടെ വരുന്നുണ്ട്. സായിപ്പ് അവൻ വിയർത്തുണ്ടാക്കുന്ന കാശിൽ നിന്നാണല്ലോ ഇതിങ്ങോട്ട് കൊടുക്കുന്നത്. അവൻ ഏതെങ്കിലും അവിടുത്തെ സംഘടനയ്ക്ക് കൊടുത്തിട്ട് ആ സംഘടന ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇവിടെ 5 സ്റ്റാർ ഹോസ്പിറ്റൽ പണിത് വ്യവസായം പോലെ അത് നടത്താനാണെന്ന് പറഞ്ഞാൽ കൊടുക്കുമോ? ഇല്ല, കൊടുക്കില്ല, പൈസ കൊടുക്കില്ല. സൗജന്യ ചികിത്സ കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സായിപ്പ് കാശ് കൊടുക്കും. സൗജന്യ പഠനത്തിനാണെന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ ഭദ്രാസന മന്ദിരം പൊളിച്ചു മാറ്റിയിട്ട് ഇച്ചിരി കൂടെ അടിപൊളിയാക്കി സെൻട്രലൈസ് AC ആക്കി പണിയാനാണെന്ന് പറഞ്ഞാൽ സായിപ്പ് കാശ് കൊടുക്കും? കൊടുക്കില്ല. അതേസമയം പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനെന്ന് പറഞ്ഞാൽ സായിപ്പ് കാശ് കൊടുക്കും. അപ്പം ഇങ്ങനെ ക്രിസ്ത്യൻ സമുദായത്തിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിന് അവരുടെ സൗജന്യ ചികിത്സ, സൗജന്യ പഠനം, സൗജന്യ ഭവനങ്ങൾ, ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് സായിപ്പിൻ്റെ ഇന്ന് കാശ് ഇവിടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെ പറ്റിക്കാനും ഇവിടെ ഉള്ളവരുടെ കണ്ണിൽ പൊടിയിടാനുമായി നാമമാത്രമായി ചിലവഴിച്ച ശേഷം അതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഫണ്ട് ഇവർ മറ്റു കാര്യങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ KP യോഹന്നാൻ, ബിലീവേഴ്സ് അച്ഛാ, ഇവിടുത്തെ എൻഫോഴ്സ്മെൻറ്റ് മാത്രം കണ്ടെത്തിയത് 6000 കോടി രൂപ ചാരിറ്റിയുടെ പേരിൽ ഇവിടെ കൊണ്ടുവന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി എന്നുള്ളതാണ്. അപ്പം ഈ യോഹന്നാൻ്റെ ആളുകൾക്കും പറയാനുണ്ടാകും ചാരിറ്റിയുടെ കഥ. ഇതിനകത്ത് കൊണ്ടുവന്നാൽ കുറച്ചെങ്കിലും ചാരിറ്റി നടത്തണമല്ലോ, എങ്കിലും അത് വരുള്ളൂ. അവിടെ കാണിക്കണമല്ലോ. അതെ, അവിടെയും കാണിക്കണം, ഇവിടെ ഉള്ളവരെയും പൊട്ടന്മാരാക്കണമല്ലോ. കാര്യം ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ കൊള്ള മുതൽ അടിച്ചെടുത്തോണ്ട് വന്ന് വെച്ചാൽ അതിൽ കുറച്ച് ഭാഗം പാവങ്ങൾക്ക് വിതരണം ചെയ്യും. നമ്മുടെ കൊച്ചിയിലുണ്ടായിരുന്നു ബോംബെ മജീദ് എന്ന് പറഞ്ഞ ഒരാൾ, മോഷണമൊക്കെ നടത്തിയിട്ട് ആ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ സൗജന്യമായിട്ട് അരിയും വസ്ത്രവും ഒക്കെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പോലീസ് ഇറക്കി വരുമ്പോഴത്തേക്ക് നേരെ വിവരം കിട്ടും ഇന്നാൾ വരുന്നുണ്ടെന്ന്. അല്ല, പിടിച്ചോണ്ട് പോകാൻ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ചുറ്റും കൂടും എന്ന് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ FCRAയുടെ മറവിൽ ധാരാളം വിദേശ ഫണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതെല്ലാം പല കാര്യങ്ങൾക്കാണ് ഇവർ വിനിയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ആവശ്യങ്ങളെക്കാളും 1% 99% ഉപയോഗിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങൾക്കാണ്. അത് ബന്ധുക്കളുടെ പേരിലുണ്ട്, സ്വന്തം പേരിലുണ്ട്, അല്ലാതെ ബിനാമി പേരുകളിലുണ്ട്. പല രീതികളിൽ ചെയ്യാൻ പറ്റുമോ? ബന്ധുക്കളുടെ പേരിലൊക്കെ പല ഉണ്ട്, പല ബിസിനസ്സുകളും പലതും. എന്നിട്ട് പാറമടകളിൽ വരെ പലർക്കും ഇവിടെ ഷെയർ ഉണ്ട്. മെത്രാന്മാർക്ക് വിശുദ്ധ പാറയായിരിക്കും പൊട്ടിക്കുന്നത്. മനസ്സിലായി? പിന്നെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ പ്രവർത്തന ഫണ്ട്, അതായത് ഇവരുടെ ഇതിൻ്റെ അത് 50% 20% കുറച്ചു. അപ്പോൾ മറ്റേതാകുമ്പോഴത്തേക്ക് 500 കോടി കൊണ്ടുവന്നാൽ 250 കോടി ഇവരുടെ മറ്റ് ചെലവുകൾക്കായിട്ട് എഴുതി മാറ്റാൻ പറ്റും. അവർക്ക് 250 കോടി കാണിച്ചാൽ വിനിയോഗിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് 20% ആക്കിയപ്പോൾ അതിൽ നടക്കുന്നില്ല. ആ 20% ഉപയോഗിക്കുന്നതിൻ്റെ ആർക്ക് കൊടുത്തു, ശമ്പളം കൊടുത്തെങ്കിൽ അത് കൊടുത്തു, അല്ലെങ്കിൽ കൊടുത്തു, ബാക്കിയുള്ള കാര്യങ്ങളെ ക്രോസ് ചെക്കിംഗ് ഉണ്ടാകും. ഇതൊന്നും നടക്കുന്നില്ല. അതിന് ഞാൻ ഇനി നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ കൊണ്ടുവന്നിട്ട് സായിപ്പിൻ്റെ കണ്ണിലും ഇവിടെ ഉള്ളവരുടെ കണ്ണിലും പൊടിയിടാനായിട്ട് ചിലവഴിക്കുന്ന ഏതാനും ചില കാര്യങ്ങളുടെ കണക്കുകൾ മാത്രം ഊതിപ്പേപ്പിച്ച് കുറേ കണ്ണീർ കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ വിശ്വാസികളെ പൊട്ടന്മാരാക്കി ഇറക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം അറിയാവോ? പ്രധാനമന്ത്രിയുടെ, എനിക്കോ തോന്നുന്നു, എന്തോ പ്രാദേശിക ഏതൊരു ഫണ്ട്, ഏതൊരു എൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഒരു പദ്ധതി പ്രകാരം
രണ്ടാം NDA സർക്കാരിൻ്റെ കാലത്ത് 67 കോടി രൂപയാണ് ഈ കേരളത്തിലെ 2 ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മോദി സർക്കാർ കൊടുത്തത്. 53 ക്രിസ്ത്യൻ പള്ളികൾക്കും 17 മുസ്ലിം മോസ്കുകൾക്കും പൈസ കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ സെൻറ്റ് ജോർജ് എടപ്പള്ളി ചർച്ച്, വല്ലാർപാടം സെൻറ്റ് മേരീസ് ബസിലിക്ക, തൃശ്ശൂരിലെ പള്ളി, ഏറ്റവും കൂട്ടിയിരിക്കുന്ന 2 കോടി രൂപ മലയാറ്റൂർ സെൻറ്റ് തോമസ് ചർച്ചാണ്, ചമ്പക്കുളം പള്ളി, അതുപോലെ തന്നെ കുമ്പനാട്ടത്തെ പൊന്തക്കോസ്ത് ചർച്ച്, ഇതുപോലുള്ള 53 ക്രിസ്ത്യൻ പള്ളികൾക്ക് മാത്രമായിട്ട് 67 കോടി രൂപ മോദി ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പള്ളി പറഞ്ഞിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ പള്ളിയുടെ പുനരുദ്ധാരണത്തിനായിട്ട് പൈസ തന്നു എന്ന്? 2 കോടി കിട്ടിയെന്ന് മലയാറ്റൂർ പള്ളി പറഞ്ഞോ? 1.17 കോടി രൂപ കിട്ടിയെന്ന് എടപ്പള്ളി പള്ളി പറഞ്ഞോ? അൽമായൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ എൻ്റെ കണക്കുണ്ട്, ഞാൻ താങ്കൾക്ക് തരാം. കൃത്യമായ കണക്കുണ്ട്. ഓരോ പള്ളിക്കും എത്ര കിട്ടിയെന്നുള്ളത് കിട്ടും. ഓർത്തഡോക്സ് പള്ളി കിട്ടിയിട്ടുണ്ട്, യാക്കോബ പള്ളി കിട്ടിയിട്ടുണ്ട്, പൊന്തക്കോസ്ത് പള്ളി കിട്ടിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന സീറോ മലബാർ പള്ളിക്കാണ്. ലത്തീൻ പള്ളികൾക്ക് കിട്ടിയിട്ടുണ്ട്. പുറത്തു വിടുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ കിട്ടാത്ത അമ്പലങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. യെസ്, ക്ഷേത്രങ്ങൾ അല്ല, അത് കിട്ടിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് കിട്ടത്തില്ല. മുസ്ലിം പള്ളികൾക്കും ക്രിസ്ത്യൻ പള്ളികൾക്കും, മുസ്ലിം മോസ്കിനും ക്രിസ്ത്യൻ പള്ളികൾക്കുമാണ് കിട്ടിയിരിക്കുന്നത്. പുറത്ത് പറഞ്ഞിട്ടുണ്ടോ ഇവർ? അതേസമയം ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളി, എവിടെയെങ്കിലും ഒരു പൊന്തക്കോസ്തുകാരൻ്റെ ഒറ്റമുറി ചർച്ച്, അവൻ വീടിനെ താമസിക്കുന്ന വീടിൻ്റെ ഹാള് പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ദീപികയിൽ വാർത്ത, ഏതെങ്കിലും ദീപിക പത്രം പറഞ്ഞു, ഏതെങ്കിലും ഒരു പള്ളിയിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഈ പൈസ മോദി സർക്കാർ ഇത് പുനരുദ്ധരിക്കാനായിട്ട് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. ഈ നമ്മുടെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടേക്ക് മതപരിവർത്തനമായിട്ട് ചെന്ന ആൾക്കാരെ തടഞ്ഞു എന്നുള്ളത് വാർത്ത വന്നില്ലേ? അതെ. ദീപികയിൽ വാർത്ത വന്നു, സത്യദീപത്തിൽ വന്നില്ലേ? അതേസമയം അവിടെ തീവ്രവാദികളുടെ ആക്രമണത്തെ തുടർന്ന് 30 വർഷം മുമ്പ് അടച്ചുപൂട്ടി തകർക്കപ്പെട്ട സെൻറ്റ് ലൂക്ക് ചർച്ച് തുറന്നത് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. കഴിഞ്ഞ മെയിൽ ഞാൻ നേരിട്ട് കാശ്മീരിൽ പോയപ്പോൾ കണ്ടതാണ്. ആ പള്ളി പഴയ പൗരാണിക മാതൃകയിൽ തന്നെ പണിത് അവിടെ കുർബാനയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു. വേറെ 5 പള്ളികൾ പണിതുകൊണ്ടിരിക്കുന്നു. അവിടെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു, ക്രിസ്മസ് രാത്രിയിലെ പ്രാർത്ഥന നടന്നു. ഇത് വല്ലതും ഇവരേതെങ്കിലും ഇതിൽ പറഞ്ഞിട്ടുണ്ടോ? പറയില്ല ഇവർ. അതേസമയം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വേറെന്തെങ്കിലും രീതിയിൽ അങ്ങോട്ട് ചെന്ന് മതപരിവർത്തനം നടത്താൻ പോയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലം പ്രശ്നം ഉണ്ടായി ഉടനെ അത് വാർത്തയാക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് പക്കാ രാഷ്ട്രീയം തന്നെയാണ്. അല്ല, ഈ രാഷ്ട്രീയം പറഞ്ഞപ്പോഴത്തേക്ക് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായിട്ട് സഭയിലെ ചിലർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. വല്ല വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഇപ്പോൾ FCRA ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എറണാകുളം തന്നെ സേവ് എ ഫാമിലി ചർച്ച്, സേവ് എ ഫാമിലി എന്ന് പറയുന്നിട്ട് ഒരു NGO ഉണ്ട്. ശരിക്കും അന്ന് കോടിക്കണക്കിന് രൂപയാണ് വന്നത്. അന്ന് കേന്ദ്ര സർക്കാർ, അന്ന് BJP ഗവൺമെൻറ് അല്ല, അത് തടഞ്ഞു വെച്ചു. കൃത്യമായ രേഖകളില്ലാതെ വന്നു. അത് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 മാസത്തോളം കേരളത്തിലെ ഒരു മെത്രാനും 2 പുരോഹിതരുമാണ് അവിടെ കൈപിടിച്ചത്. അതിനുവേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഇസ്ലാമിസ്റ്റുകളാണ്. അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന മലയാളിയ ഉപരാഷ്ട്രപതിയുടെ ഭാര്യയുടെ സഹായത്തോടു കൂടിയാണ് ആ ഫണ്ട് റിലീസ് ചെയ്തത്. ആ ഫണ്ട് ഇവിടെ വെളുപ്പിച്ചു കൊടുക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. പല രീതിയിൽ റൈസ് മില്ലുണ്ട്, ബേക്കറി ശൃംഖലകളുണ്ട്, പ്ലൈവുഡ് ഫാക്ടറികളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ ഈ FCRA അക്കൗണ്ടുകൾ വഴി പണ്ട് സുനിൽജിക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, കയ്യിലൊക്കെ ഒരു വെള്ളപ്പാണ്ടുള്ള ഒരു പൊന്തക്കോസ്ത് പാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹം അറിയാതെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ പുറത്തു വന്നത്. ഈ സോഷ്യൽ മീഡിയയൊക്കെ ആക്റ്റീവായി വരുന്ന കാലഘട്ടത്തിലാണത് വന്നത്. അപ്പോൾ അതിൽ വിദേശ ഫണ്ട് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വഴി കൊണ്ടുവരാൻ ഇത്ര ശതമാനം കമ്മീഷൻ വേണം. ആ കമ്മീഷനെ കുറിച്ചുള്ള ചർച്ചയാണ് ആ വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ അതേ രീതിയിൽ ഇവിടെ വിദേശ ഫണ്ട് FCRA പല സംഘടനകളുടെ അക്കൗണ്ട് വഴി കൊണ്ടുവന്ന് കമ്മീഷൻ മേടിച്ചുകൊണ്ട് അവർ പറയുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കുന്നുണ്ട്. ഇത് ചെന്നെത്തുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാൻ സ്വാമിയുടെ വിഷയം എങ്ങനെയാണ് ഉണ്ടായത്? സ്റ്റാൻ സ്വാമിയുടെ എന്താണ് സംഭവം? സ്റ്റാൻ സ്വാമിയുടെ സംഭവം
സ്റ്റാൻസ്വാമിയുടെ FCRA അക്കൗണ്ട് വഴി വിദേശ ഫണ്ട് എത്തിയിരിക്കുന്നത് നക്സലൈറ്റ് സംഘടനകളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായ തെളിവുള്ളപ്പോഴത്തെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇവിടുന്ന് പോയ 3 കർദിനാൾമാരും എല്ലാവരും കൂടെയുള്ള സംഘം പ്രധാനമന്ത്രിയോട് അന്ന് സന്ദർശിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് സ്റ്റാൻസ്വാമിയുടെ മോചനമാണ്. പക്ഷേ കൃത്യമായ തെളിവ് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ദീപികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മാധ്യമമോ അല്ലെങ്കിൽ ഇവിടുത്തെ സഭാ സംഘടനകളോ അല്ലെങ്കിൽ സഭാ നേതൃത്വം ആരും തന്നെ സ്റ്റാൻസ്വാമിയെക്കുറിച്ച് മോചനത്തെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടില്ല. കാര്യം കൃത്യമായ തെളിവുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ വിദേശ ഫണ്ടുകൾ പല രീതിയിലും പല അക്കൗണ്ടുകൾ വഴിയും വന്ന് ഇതുപോലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കമ്മീഷൻ ബേസിൽ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ ഈ കേരളത്തിൽ തന്നെ പല ബാങ്കുകളിൽ പല ഫണ്ടുകളും റിലീസ് ചെയ്യാനാവാതെ കിടപ്പുണ്ട്, ഫ്രീസായി കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ കോടതിയെ സമീപിക്കാത്തത്? എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പുറത്ത് പറയാത്തത്? ചെറിയ തുകയല്ല, വലിയ തുക, കോടികളായിരിക്കും. അതെ. ഇപ്പോൾ നമ്മുടെ തലശ്ശേരി മെത്രാൻ ബിഷപ്പ് പ്ലാംപ്ലാനി അദ്ദേഹം പറഞ്ഞത് ആയിരക്കണക്കിന് അക്കൗണ്ടുകളാണ് ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടത്. ആ ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടതിൽ നിന്ന് മേറ്റത് മൂലമാണ് ഷൈനിയും 2 മക്കളും ട്രെയിനിൻ്റെ മുന്നിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ആ അക്കൗണ്ടുകൾ ക്യാൻസൽ ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ അവർ രക്ഷപ്പെട്ടേനെ. ആലോചിച്ചു. അപ്പം ശരിക്കും സഭാ നേതൃത്വത്തിന് ബഹുഭൂരിപക്ഷത്തിനും വൈദികർക്കും രാഷ്ട്രീയമുണ്ട്. അവർ നല്ല രീതിയിൽ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. അത് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വന്തം അനുയായികളോട് ഒരുവിധ ദാക്ഷിണ്യവും ഇല്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുനമ്പത്ത് കണ്ടത് എന്താണ്? അല്ല, മുനമ്പത്തെ പ്രശ്നം വളരെ മുമ്പേ സഭാ നേതൃത്വത്തിന് അറിയാമായിരുന്നു. വിശ്വാസികൾ അറിയും മുമ്പേ അറിയാമായിരുന്നു. മിണ്ടില്ല. എന്തിന് ഈ ഹൈബി ഈഡൻ്റെയും അവിടുത്തെ സഭാ നേതൃത്വത്തിൻ്റെയും കോട്ടപ്പുറം വരാപ്പുഴ രൂപതകളുടെയും അറിവോടുകൂടി തന്നെ ഒരു ചർച്ച വെച്ചിട്ട് അതിൽ 5 സെൻറ്റിന് 10 സെൻറ്റിന് മുകളിലോട്ടുള്ളവർക്ക് 5 സെൻറ്റും വീടും, 10 സെൻറ്റിന് താഴോട്ടുള്ളവർക്ക് 3 സെൻറ്റും വീടും കൊടുത്തിട്ട് ബാക്കി വഖഫ് ബോർഡിന് കൊടുക്കാവുന്ന ഒരു ഡീൽ ഉണ്ടാക്കിയത് ഇവർ തന്നെയല്ലേ? വിശ്വാസിയെ വിറ്റ് കാശ് ആർക്ക് വേണ്ടിയാണ് ഈ രാഷ്ട്രീയം കളിക്കുന്നവർ? ഇവരുടെ ആരുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇവർ ഈ കഴിഞ്ഞ 10-15 വർഷത്തെ കണക്കുകൾ എടുത്തിട്ട് പറയട്ടെ ഇവർ കളിച്ച ഈ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ട് അല്ലെങ്കിൽ UDF രാഷ്ട്രീയം കൊണ്ട് വിശ്വാസിക്ക് എന്താണ് നേട്ടമുണ്ടായിരിക്കുന്നത്? അവർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. വ്യക്തിപരമായി കുടുംബക്കാർക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ വിശ്വാസികൾക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. ഏത് വിഷയങ്ങളിലാണ് ഇവിടുത്തെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ നിന്നിരിക്കുന്നത്? ഇപ്പം തന്നെ ഇവരെല്ലാം കൂടെ പിന്തുണച്ചാണല്ലോ ഇപ്പോൾ UDFനെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്, അല്ലേ? 80:20 എന്ന അനുപാതത്തിനെതിരെ ഹൈക്കോടതി വിധി പറഞ്ഞു. അതിനെതിരെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമായിട്ട് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് പിണറായി ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പീൽ അതോടല്ലോ ഇപ്പോൾ കോൺഗ്രസിനെ അധികാരത്തിൽ കയറ്റിയിട്ടില്ലേ? ആ അപ്പീൽ പിൻവലിക്കൂ. മുസ്ലിം ലീഗ് അതിനെതിരെ പോയിട്ടുണ്ടല്ലോ, ആ കേസ് പിൻവലിപ്പിക്കാൻ സഭാ നേതൃത്വത്തിന് സാധിക്കൂ? നിങ്ങളെല്ലാം കൂടെ ആണല്ലോ കയറ്റിയിരിക്കുന്നത്. അതെ 50-50 ആക്കാനെങ്കിലും പറഞ്ഞാൽ മതി. പറയാം, ആ കേസ് പിൻവലിക്കാവോ? എന്നിട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ സഭാ നേതൃത്വത്തിന് ശബ്ദിക്കാൻ ധൈര്യമുണ്ടോ? ഇപ്പോൾ വഖഫിനെതിരെ അവിടെയും പോയിട്ടുണ്ടല്ലോ, പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് വഖഫ് ബോർഡിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ. സതീശൻ അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്? പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാൻ സഭാ നേതൃത്വത്തിന് നട്ടലുണ്ടോ? EWSനെതിരെ പോയിട്ടുണ്ടല്ലോ, പിൻവലിക്കണമെന്ന് പറയാൻ ഉള്ള നട്ടലുണ്ടോ? പിൻവലിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ സമുദായ അംഗങ്ങളുടെ നേട്ടങ്ങൾ. ഈ പറഞ്ഞതെല്ലാം ക്രിസ്ത്യാനിയുടെ സഭയുടെ അല്ല, ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. വഖഫ് അവിടെ കിടപ്പാടത്തിൻ്റെ പ്രശ്നമാണ്. ഈ 80-20 എന്ന് പറഞ്ഞാൽ 80% ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കും 20% മാത്രം ക്രിസ്ത്യൻ കുട്ടികളുടെ പ്രശ്നങ്ങളാണ്. അതാണ് അടുത്ത തലമുറയുടെ പ്രശ്നമാണ്. EWS എന്ന് പറയുന്ന മുന്നോക്കരിലെ സംവരണം 10% സംവരണം കിട്ടുന്ന പ്രശ്നമാണ്. ഇതൊന്നും ലവ് ജിഹാദ് അത് മിണ്ടില്ലല്ലോ. ലവ് ജിഹാദ് അടുത്ത 5 വർഷം സംഭവം മിണ്ടില്ല. ഇപ്പം അതിൻ്റെ ഇത് വന്നു കഴിഞ്ഞില്ലേ? ഇപ്പം ഇന്നലെ
ഏതോ ഒരു വലിയ മതേതരത്തിൻ്റെ ഇതായിട്ട് ഉയർത്തിക്കാട്ടിയതാണ് VS ജോയിയുടെ ഉം. വിജയം. ഉം. KT ജലീലിനെതിരെ മത്സരിച്ച VS ജോയി ഇന്നലെ അദ്ദേഹം ജയിച്ചതിന് ശേഷം ആദ്യം സന്ദർശിച്ച സ്ഥലം എവിടെയെന്നറിയാമോ? ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസ് സന്ദർശിച്ചിരിക്കുകയാണ്. ഉം. അല്ലാതെ ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ കാണാനല്ല പോയത്. അദ്ദേഹം ആദ്യം ജമാഅത്തെ ഇസ്ലാമിയെ കാണാൻ. അത് ചെന്നതിൻ്റെ ഫോട്ടോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇന്നലെ ഇന്നുമായിട്ട് ഫേസ്ബുക്കിലൊക്കെ അവർ വളരെ ഇതായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉം. അമീറിനെ കാണാനായിട്ട് വന്നതായിട്ട്. ഉം. എന്നിട്ട് അതിൻ്റെ അടിയിൽ അവർ കോമൺ ആയിട്ട് ഉം. എല്ലാവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അടിയിലും ഒരു കോമൺ ആയിട്ട് ഒരു 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 വാക്ക് എഴുതിയിട്ടുണ്ട്. ഉം. മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ദൗത്യം വിജയിച്ചിരിക്കുന്നു. സമ്പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമി കേരള ഭരണം പിടിച്ചു. അതാണ് ബാലൻ മുതൽ CPM എല്ലാവരും നയങ്ങൾ അവർ തീരുമാനിക്കും. അപ്പൊ ഇതിനൊപ്പമായിരുന്നു ഇവിടുത്തെ സഭാ നേതൃത്വം. ഉം. എടാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NSS എതിർത്തു ജമാഅത്ത് ഇസ്ലാമിയെ UDF എടുക്കുന്നതിന്. അതിൻ്റെ അപകടം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചു. ഉം. സമസ്തവരെ എതിർത്തും അവരുടെ സമുദായത്തിലുള്ള മുസ്ലിം സമുദായത്തിലുള്ള സമസ്തവരെ എതിർത്തു. എന്നിട്ടും ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തിലെ ഒരാൾ പോലും, അല്ലെങ്കിൽ സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്ന ദീപിക പത്രം, അവരൊന്നും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഉം. അപ്പം അവരുടെ എല്ലാം അറിവോടി കൂടെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി UDFൻ്റെ ഭാഗമായിരിക്കുന്നത്. അതുതന്നെയാണ് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. അതെ. ഇനി അടുത്ത 5 വർഷക്കാലം സഭ എന്ത് ചെയ്യും? അതെ. ശബ്ദം ഉണ്ടാവില്ല അല്ലേ? ഇല്ല. കേന്ദ്രവിരുദ്ധ സമരങ്ങൾ മാത്രമായിരിക്കും സഭയ്ക്ക് ഉണ്ടാവുക. അത്രയേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവർ ക്രിസ്ത്യാനികൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇവരാരെയാണോ ഇപ്പം തൃശ്ശൂർ ജൂബിലി ഉം. മിഷൻ ഹോസ്പിറ്റലല്ലേ ഇപ്പോൾ UNAയുടെ സമരം ഉണ്ടായിരിക്കുന്നത്. അതെ അതെ. അവിടുത്തെ ആൻഡ്രൂസ് താഴത്ത് ബന്ധം ഞങ്ങൾക്ക് ആരെയും FCRയുടെ വിഷയം വന്നപ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ മാത്രമേ ഭയമുള്ളൂ. അങ്ങനെ പറഞ്ഞവരല്ലേ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. വർഗീയ ശക്തികളാണ് സഭാസ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഏതാണ് ആ വർഗീയ ശക്തി? അത് പറയാൻ അത് പറയാൻ 4 തവണ മെത്രാൻ ആലോചിക്കണം. അപ്പോൾ അത് സംഘപരിവാർ സംഘടനകളായിരുന്നെങ്കിൽ മെത്രാൻ പറഞ്ഞേനെ. അപ്പോൾ ആ വർഗീയ ശക്തി എന്ന് പറയുന്നത് ഇസ്ലാമിക മതമൗലികവാദ തീവ്രവാദ സംഘടനകളാണ്. അതിൻ്റെ പുറകിൽ നിന്ന് മെത്രാന് തുറന്നു പറയാൻ മടിയാണ്. കാരണം അവർ ഒരുമിച്ച് തോളത്ത് കയറ്റി നടക്കുകയാണ്. അതാണ്. അപ്പോൾ പരിഹരിക്കട്ടെ. കോൺഗ്രസിനെ ഉപയോഗിച്ച് ഇവരാരെയാണോ അധികാരത്തിലേറ്റിയത് അവരെ ഉപയോഗിച്ചിട്ട് നേഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കട്ടെ. പക്ഷേ വേറൊരു കാര്യം ചോദിച്ചു നോക്കട്ടെ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. കേരളത്തിലെ BJPക്ക് മനസ്സിലായി സഭ തേച്ചു എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി FCR ഒക്കെ സഭാ നേതൃത്വം ഞാൻ അതാ ഉദ്ദേശിച്ചത്. തിരുത്തുന്നു. ഞാൻ അത്തരം ഒരു പ്രശ്നം ഇനി ഉണ്ടാവില്ല. അതായത് ഈ സഭാ നേതൃത്വം തേച്ചു. അതുകൊണ്ട് ഇനി FCR അങ്ങ് അതെന്തിനാണ് മാറ്റിവെക്കുന്നത്? അങ്ങ് നടപ്പാക്കണ്ടേ ഭേദഗതി? തീർച്ചയായിട്ടും FCR ഒരു താമസവും ഇല്ലാതെ അത് നടപ്പിലാക്കുക തന്നെ വേണം. സാധാരണ ക്രൈസ്തവ സമൂഹം അതിന് കേന്ദ്ര സർക്കാരിന് ഫുൾ സപ്പോർട്ടാണ്. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ച് ശിങ്കിടികളും കുറച്ച് പരാത ജീവികളും മാത്രം ഇവർ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിപ്പിക്കട്ടെ, അല്ലെ ഇവർ എറിഞ്ഞു കൊടുക്കുന്ന എല്ലിൻ കഷ്ണങ്ങൾ കടിച്ചു തിന്നുന്ന കുറച്ച് ആളുകൾ മാത്രം അതിനെതിരെ രംഗത്ത് വരുമെന്നേ ഉള്ളൂ. പക്ഷേ സാധാരണ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു നിലപാടിനൊപ്പമാണ്. FCR നടപ്പിലാക്കുക തന്നെ വേണം. കാരണം ഇനിയിപ്പോൾ എന്ത് പറഞ്ഞ് ഇലക്ഷൻ ഉടനെ ഇല്ല. BJP എന്ത് പറഞ്ഞ് നിങ്ങൾ പേടിപ്പിക്കും? അല്ല, അത് ഇവരുടെ ഈ ഉമ്മാക്കികൾ കണ്ട് BJP നേതൃത്വം ഭയക്കരുത്. ന്യായമായ ഏതൊരു വിഷയത്തിനും ക്രൈസ്തവ സമൂഹം കേന്ദ്ര സർക്കാരിനും BJPക്ക് ഒപ്പം നിൽക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, ഇങ്ങോട്ട് വാ എന്ന് നിലപാടെടുക്കണം. തീർച്ചയായിട്ടും. 22 ഈ കാശ്മീരിനെ ഈ രീതിയിലാക്കി. പശ്ചിമ ബംഗാൾ എങ്ങനെയായിരുന്ന പശ്ചിമ ബംഗാളിൽ ഭരണത്തിലേറിയില്ലേ? ലക്ഷദ്വീപ് ക്ലീനാക്കിയില്ലേ? പിന്നെ നിങ്ങൾ ഈ കേരളത്തിൽ എന്തിനാണ് ഭയക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള കഴിവുണ്ട്. അത് പണ്ട് ഈ നന്നായിട്ട് മുടിവെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദയ്ക്ക് ഇരുന്ന് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ചൊല്ലുണ്ട്. ഇരിക്കേണ്ടവൻ ഇരിക്കേണ്ടിടത്ത് ഇരുന്നാലേ ചിരക്കേണ്ടവൻ ചിരക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ കഴിവ് എന്താണെന്നുള്ളത് അത് പ്രയോഗിക്കുക. അത് ന്യായമാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട കെവിൻ പീറ്റർ ജി ഇത് പറഞ്ഞത് കേരളത്തിലെ BJPയോടാണ് അല്ലേ? അതെ, ലീഡർഷിപ്പിനോടാണ്. തീർച്ചയായിട്ടും. നിങ്ങൾ അവർക്ക് അർഹിക്കുന്ന ബഹുമാനം മാത്രം കൊടുക്കുക.
അവരെ നിങ്ങൾ പ്രീണിപ്പിക്കാൻ പോയതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയുടെയും വോട്ട് നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കാൻ പോകുന്നില്ല. ഇവിടെ ഏതെങ്കിലും ക്രിസ്ത്യാനിയുടെ വോട്ട് ഇപ്രാവശ്യം കിട്ടേണ്ടത് ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണോ നമ്പിയത് അവർ തന്നെയാണ്. ഈ സഭാ നേതൃത്വം തന്നെയാണ് അത് ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയമാണ്. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയമാണ്. പിന്നെ അവരുടെ കീഴിലുള്ള കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന എന്ന് പറയുന്നത് 90% കോൺഗ്രസും 10% കേരള കോൺഗ്രസ്സുകാരാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ ജാഥയൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ആൾക്കൂട്ടത്തെ കാണിച്ചിട്ടൊക്കെയാണ് ബാർഗെയിൻ ചെയ്യുന്നത്. അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാമോ? ഈ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി നടക്കുമ്പോൾ കുടുംബശ്രീക്കാർ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നവർ ചെല്ലേണ്ടി വരും, അല്ലെങ്കിൽ പിറ്റേ ദിവസം പണി ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഇവർ ഓരോ ഇടവകളിലെയും പള്ളികളിലെ കുർബാന മധ്യേ വിളിച്ചു പറയും, കത്തോലിക്ക കോൺഗ്രസിൻ്റെ പരിപാടിയുണ്ട്, ഓരോ കുടുംബത്തിൽ നിന്നും 1-2 പേര് തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം, അവിടെ ബസ് ഇടും, തീർച്ചയായിട്ടും അതിൽ ഓരോ വീടുകളിൽ നിന്നും സ്ത്രീയോ പുരുഷനോട് പങ്കെടുക്കേണ്ടതായി വരും. ഇല്ലെങ്കിൽ ഇതിൻ്റെ പ്രാർത്ഥനാ സമൂഹങ്ങളിലും കുടുംബ യൂണിറ്റുകളിലും ഒക്കെ അതിനെക്കുറിച്ച് ചോദ്യം വരും, വൈദികൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇതിനു വേണ്ടി ഈ പോകുന്ന ആൾക്കൂട്ടം മാത്രമാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെ കൊണ്ടൊരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല. അത് ഞാൻ ഈ പറഞ്ഞ പോലെ 90% കോൺഗ്രസ്സുകാരും 10% കേരള കോൺഗ്രസ്. അത് ബിജെപിക്കുള്ള വോട്ടുമല്ല. അവിടുന്ന് ഒരു വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ്. അപ്പം ബിജെപി നേതൃത്വം ഈ പുരോഹിത രാഷ്ട്രീയത്തിന് അടിമപ്പെടരുത്. അവരുടെ ദൗത്യം എന്ന് പറയുന്നത് ആത്മീയ വേലയാണ്. അത് അവർ ചെയ്യട്ടെ. രാഷ്ട്രീയം വരുമ്പോൾ രാഷ്ട്രീയക്കാരായിട്ട് കണ്ടാൽ മതി. അതിനാണ് പി സി ജോർജ് പറഞ്ഞാലും എന്താ തെറ്റ്? മെത്രാൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാൽ രാഷ്ട്രീയമായാലും മറുപടി പറയേണ്ടി വരും. മെത്രാന്റെ പണി ചെയ്താൽ ആദരവ് ഒരു കുഴപ്പമില്ല. ഇപ്പം സാമാന്യ ഒരു സ്വയബോധം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമാന്യ ഒരു യുക്തി ഉണ്ടെങ്കിൽ, ഒരു സമുദായത്തിലെ, ഒരു ക്രിസ്ത്യൻ സമുദായത്തിലെ 3 പേർ ഒരേപോലെ മത്സരിക്കുന്നു 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലാണ്. അപ്പം സാമാന്യ മര്യാദ എന്താണ്? 3 പേരും നമ്മുടെ ആളുകളാണ്, നമ്മുടെ മക്കളാണ്. നിഷ്പക്ഷമായിട്ടല്ലേ നിൽക്കേണ്ടത്? അതെ. അതിൽ ഒരു കൂട്ടർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു മെത്രാൻ വിളിച്ച് ഇന്നൊരു കൂട്ടർക്ക് മാത്രം വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് മെത്രാൻ്റെ രാഷ്ട്രീയമല്ലേ? ആ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയക്കാരനായ പി സി ജോർജ് രാഷ്ട്രീയപരമായി മറുപടി പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അത് ഇപ്പോൾ ആരാണ് പറഞ്ഞത്? പറഞ്ഞ പ്രശ്നം ഉണ്ടായത് ആരാണ്? കാഞ്ഞിരപ്പള്ളി മെത്രാനുമായിട്ടാണ് പ്രശ്നം ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അമൽജ്യോതി കോളേജല്ലേ കയറി അടിച്ച് തകർത്തത് സുഡാപ്പികൾ? ഡീൻ കുര്യാക്കോസ് എത്തിയോ? വി ഡി സതീശൻ വന്നോ? ഹൈബിയുടൻ വന്നോ? ആരും വന്നില്ലല്ലോ, ഒരാളും വന്നില്ലല്ലോ. അല്ല, ഇനിയിപ്പം ഭരണകക്ഷി UDF ആയതുകൊണ്ട് അടുത്ത 5 വർഷക്കാലം സുഡാപ്പികൾ അടിക്കത്തില്ല. അങ്ങനൊരു ഗ്യാരണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം. സുഡാപ്പിയുടെ കൂടെ നിന്നാൽ അടി കിട്ടാതിരിക്കും എന്നുള്ള ഒന്നുമില്ല. അത് ഇവരുടെ അങ്ങനെ ഇവർ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ സ്വപ്നം മാത്രമാണ്. കണ്ടോളൂ, 5 വർഷം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, VS ജോയിലൂടെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോഴത്തെ കണ്ടില്ലേ, ഇന്നലെ ആടിൻ്റെ തലയൊക്കെ പിടിച്ചിരിക്കുന്നത്. കാര്യം ഇറാഖിലൊക്കെ ISIS ഒക്കെ മനുഷ്യൻ്റെ തല അറുത്തിട്ട് കയ്യിൽ പിടിക്കും. ഞെട്ടിച്ച ചിത്രമായിരുന്നു. പോട്ടെ, വേറൊരു കാര്യം കൂടെ കണ്ടിരുന്നോ? ഇല്ല. കെ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡ് നാടൻ ബോംബ് വെച്ച് പൊട്ടിച്ച് തകർക്കുന്നത്. കേരളം ഞെട്ടിയില്ല കേട്ടോ. അതൊന്നും അപലപിച്ചില്ല. അതിലൊന്നും ഒരു തെറ്റ് കാണുന്നില്ല. അതൊക്കെ പിള്ളേരുടെ കളിയായിട്ടാണ് കാണുന്നത്. അല്ല, ഇവിടെ IS-ന്റെ വേഷം ധരിച്ച് കുട്ടികൾ റാലി നടത്തിയാൽ കുട്ടികളല്ലേ? അതെ. എന്ത് പറഞ്ഞ് നമ്മുടെ കേരളത്തിലാണ് പറഞ്ഞത്? കറുത്ത വേഷവും കൊടികളും ഒക്കെ പിടിച്ചിട്ട് മറ്റേ ആലപ്പുഴ ജില്ലയിലെ ഒരു കോളേജിൽ ഓർക്കുന്നില്ലേ? അതെ അതെ അതെ. ഏതായാലും കേരളം വല്ലാതെ ചില കാര്യങ്ങൾ തിരിച്ചറിയും അടുത്ത 5 വർഷം. അതെ. ക്രിസ്ത്യാനി ഈ പറയുന്നത് പോലെ 100% BJP വിരുദ്ധരൊന്നുമല്ല, ഒരിക്കലുമല്ല. അത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അനുഭവങ്ങളിൽ നമ്മൾ പാഠം പഠിക്കണം. ഇപ്പം എന്തുകൊണ്ടാണ് കശ്മീരി പണ്ഡിറ്റ് ഒരു കാലത്ത് ഇതുപോലൊരു മതേതരന്മാരായിരുന്നു, RSS ശാഖ തുടങ്ങുന്നതിനൊക്കെ അവർ എതിർത്തവരായിരുന്നു. പക്ഷേ അവസാനം എന്തായി? അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു കാശ്മീരി പണ്ഡിറ്റ് ഇന്ത്യയിൽ എവിടെ പോയി താമസിച്ചാലും അവൻ കോൺഗ്രസിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇസ്ലാമിസ്റ്റുകളെയോ നമ്പില്ല, അടുപ്പിക്കില്ല. കാര്യം അവനും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു. പശ്ചിമബംഗാളിലെ ഹിന്ദുക്കൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ചു. ഇനിയും പഠിച്ചില്ല എങ്കിൽ ഇനി അവർക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല എന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ BJP അധികാരത്തിൽ കയറ്റി. ആ തിരിച്ചറിവ് നമുക്കും ഉണ്ടാവും. അതിന് ഈ വരുന്നാൻ പോകുന്ന 5 വർഷം അതിന് സഹായിക്കും, ധാരാളമാണ്.
ഏതായാലും വലിയ സന്തോഷം പ്രിയപ്പെട്ട പ്രേക്ഷകർ. നിങ്ങൾ ഒരുപാട് കാലമായി എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനൽ ആരംഭിക്കുന്ന സമയത്താണ് കെവിൻജി വന്നത്. പിന്നീട് ഒരു വലിയ ഇടവേള വന്നു. അദ്ദേഹം എവിടെ പോയി എന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പല കാരണങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ കൊണ്ടൊക്കെ നീണ്ടു പോയതാണ്. അപ്പോൾ ഞാൻ അങ്ങയുടെ പേരിൽ പ്രേക്ഷകർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് വരും. തീർച്ചയായിട്ടും വരാം. ഓക്കെ, നമസ്കാരം.